ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ വ്ളോഗാണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവുക. എന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ ഇൻ ലോൻ്റെ അനിയൻ്റെ ഹൗസ് വാമിങ് സെറമണിയാണ്. ഡിസംബർ 28-നാണ്. അപ്പോൾ നമ്മൾ തലേന്നല്ല ഡിസംബർ 28-ന് പുലർച്ചെയാണ് നമ്മൾ പോണത്. തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ ഞാനും ഹസ്ബൻഡുണ്ട്, അച്ഛനുണ്ട്. നമ്മൾ 3 പേരും കൂടിയിട്ടാണ് പോണത്. ഇപ്പം ഞാൻ ഓഫീസിലാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോവുക. ഇനിയിപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് എന്തായാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്, ലാസ്റ്റ് പർച്ചേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഹലോ, അപ്പം ഞാൻ വീട്ടിലെത്തി ഫ്രഷായി. ഇനി ഞാൻ പാക്ക് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അതാ പാക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞു. ഇതെൻ്റെ മേക്കപ്പും സ്കിൻ കെയറാണ് കേട്ടോ. കാര്യം മേക്കപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലും എനിക്ക് അതെല്ലായിടത്തും പോകുമ്പോൾ ഫസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ ബാഗിൽ കയറ്റി വെക്കണം. ഇനി ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഷമേറ്റ് പുതിയ കൊച്ചല്ലേ? തൃശ്ശൂരിൽ നിന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കയറി കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. പിന്നെ എണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് പരവൂര് കായല. പരവൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഫൈനലി ട്രിവാൻഡ്രം സെൻട്രലെത്തി. അങ്ങോട്ട് എത്തുമ്പോഴത്തേനും 3 പേർക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രി നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു. ഭയങ്കര വിശപ്പായിരുന്നു. ചെന്നിറങ്ങി സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ദോശയൊക്കെ കഴിച്ചു, സംതൃപ്തി അണഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ പ്രീപെയ്ഡ് ഓട്ടോ എടുത്തിട്ട് നേരെ പോയത് ഇവർ ആദ്യം താമസിച്ചിരുന്ന വീട്ടിലേക്ക്. അവിടെ പോയി ഫ്രഷായി ഡ്രസ്സെല്ലാം മാറിയിട്ട് അവിടെ നിന്നാണ് പുതിയ വീട്ടിലോട്ട് നമ്മൾ പോയത്. ഇയർ എൻഡിങ് സമയത്ത് ട്രിവാൻഡ്രം വരെ പോയിട്ട് എങ്ങനെയാണ് ലൈറ്റ്സ് കാണാതെ തിരിച്ചു വരിക അല്ലേ? വൈകുന്നേരം വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഷാമേട്ടനും കൂടി കനകക്കുന്ന് വരെ പോയി. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ലൈറ്റ്സ് എല്ലാ വർഷവും ഇടാറുണ്ട്. അതിന് മാത്രമല്ല കേട്ടോ, ഓണത്തിനും ഇടാറുണ്ട്. ഓരോ വർഷവും വെറൈറ്റി ഡിസൈനിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്തൊരു ഭംഗിയെന്നറിയോ കാണാൻ. ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. മാത്രമല്ല ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് കാണാനായിട്ട് നമ്മൾ നിന്നില്ല, തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവിടെ എനിക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ആ സർപ്രൈസ് ഞാൻ നേരത്തെ അറിഞ്ഞു. ഡിസംബർ 28-ന് എൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. ഷാമേട്ടന് എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.